മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ദില്ലി ഹൈക്കോടതിയിൽ ഇന്നും വാദം നടന്നില്ല. കേസിൽ SFIOയ്ക്ക് വേണ്ടി അഭിഭാഷകരാരും ഹാജരാകാത്തതാണ് വാദം നടക്കാതിരിക്കാൻ കാരണം. SFIO പരിഗണിക്കേണ്ട അത്രയും സീരിയസ് അല്ല കേസെന്ന് CMRLനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ വാദിച്ചു. ROC അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് തേടി CMRL നൽകിയ അപേക്ഷയിൽ അന്വേഷണ ഏജൻസിക്ക് വീണ്ടും നോട്ടീസ് നൽകിയ ദില്ലി ഹൈക്കോടതി ഇത് ASG വഴി നൽകണമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി. പിന്നീട് കേസ് അടുത്ത വർഷം ജനുവരി 13 പരിഗണിക്കാനായി മാറ്റിവെച്ചു. ദില്ലി ഹൈക്കോടതി ഇന്നു മുതൽ അന്തിമവാദം കേൾക്കുമെന്ന് കരുതിയിരിക്കെയാണ് SFIO അഭിഭാഷകൻ ഹാജരാകാതിരുന്നത്. ജസ്റ്റിസ് നീനു ബൻസാലിൻ്റെ ബെഞ്ചിന് മുൻപാകെയാണ് കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത്. നേരത്തെ ജസ്റ്റിസ് ഗിരീഷ് കട്പാലിയുടെ ബെഞ്ചിന് മുമ്പാകെയാണ് ഹർജികൾ ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ റോസ്റ്റർ മാറിയതോടെ പുതിയ ബെഞ്ചിന് മുമ്പാകെ എത്തുകയായിരുന്നു. അതിനിടെ CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കേരള ഹൈക്കോടതി വിശദമായ വാദത്തിന് മാറ്റിയിരിക്കുകയാണ്. അടുത്ത മാസം 3 ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിക്കുമെന്നാണ് വിവരം. ആദായനികുതി വകുപ്പ് സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ ടി വീണ, CMRL കമ്പനി അടക്കമുള്ളവർ കേസിൽ എതിർകക്ഷികളാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ, ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം, മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം. ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ. കണ്ണങ്കണ്ടി.